നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പുസ്തകം 5-ാം അധ്യായം 38-39 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 38-39 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആകയാൽ ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞുകൊള്ളുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തി മാനുഷ്യമെങ്കിൽ എന്നിവ നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തിൽ പോരാടുന്നത് വെറുതല്ലോ എന്ന് പറഞ്ഞു. ഒന്നൊരു വായിക്കാം. ആകയാൽ ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞുകൊള്ളുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷം എന്ന് വരികത് നശിച്ചു പോകും. ദൈവികം എങ്കിലോ അത് നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു വരരുതല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്കെല്ലാം വളരെ അറിയാവുന്ന ഒരു കാര്യമാണിത്. അതായത് അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്ന ബുക്ക് നമ്മൾ വായിച്ചിട്ടുള്ളത് ശരിക്കും ഒരു ചരിത്രമാണത്. സ്തോത്രം. അതിൽ 3-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ കാണുന്ന ചില സംഭവങ്ങളുടെ തുടർച്ചയായി വരുന്ന മറ്റൊരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അപ്പോൾ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിലിരുന്ന മുടന്തനായ ഒരു മനുഷ്യനെ പത്രോസും യോഹന്നാനും സൗഖ്യമാക്കിയതിനു ശേഷം ഉണ്ടായ സംഭവ പരമ്പരയുടെ തുടർച്ചയായ ഒരു സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. സോ അവിടെ ഗമാലിയേൽ എന്ന് പറയുന്ന ഒരു പരീശൻ തന്റെ കൂട്ടാളോട് പറയുന്ന 1-2 വാചകങ്ങളാണ്. ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷം എന്നതിൽ നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുമെന്ന് വരതല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തോട് പോരാടും എന്ന് വരരുതെന്ന് പറഞ്ഞു. നമുക്കറിയാം, അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഈ ഒരു സംഭവത്തിൽ യഹൂദന്മാരുടെ ഭാഗം ചിന്തിക്കുമ്പോൾ അവർ ഈ കാര്യത്തിൽ ചെയ്ത ഒരു കാര്യം, യേശു കർത്താവിനെ ക്രൂശിച്ചു എന്നുള്ളത് അവരുടെ കണ്ണിൽ വളരെ ശരിയായ ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഈ ചരിത്രം ഹിസ്റ്ററി പഠിക്കുമ്പോൾ, യഹൂദന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ, യഹൂദന്മാർ കാത്തിരുന്ന ഒരു മശീക, ഞാനത് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു പോയി, കാരണം അധിക സമയം നോക്കുമ്പോഴല്ലോ. യഹൂദന്മാർ കാത്തിരുന്ന ഒരു മശീക എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ കൺസെപ്റ്റിൽ മശീക എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള, അവർ പ്രതീക്ഷിച്ചിരുന്ന മശീക കുറെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന മശീക എന്ന് പറഞ്ഞാൽ ദാവീദിനെ പോലൊരു കിങ്, അങ്ങനൊരു മശീകയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതായത് ഒരു കിങ് ഡേവിഡിനെ പോലുള്ള ഒരു പ്രതീക്ഷ അതായിരുന്നു. രണ്ടാമത്തെ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഈ റോമൻ സാമ്രാജ്യത്തിൽ ഇവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു യോദ്ധാവിനെ പോലെ ഒരാൾ. സ്തോത്രം. അങ്ങനെ രണ്ടാമത്തെ പ്രതീക്ഷ അങ്ങനെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രതീക്ഷ മോശയെ പോലെ പ്രവാചകൻ. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ അതിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ നടുവിൽ ഞാൻ മോശയെ പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്നു പറയുന്നുണ്ട്. ഞാനീ പറയുന്നതെല്ലാം റെഫറൻസും വാക്യങ്ങളും ബൈബിളിലുണ്ട്. ഇത് മോശയെ പോലെ പ്രവാചകനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം അവരോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോശയെ പോലെ പ്രവാചകനെ ഇതിൽ പ്രതീക്ഷിച്ചിരുന്നു. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഇസ്രായേലിനെ വീണ്ടെടുക്കുന്ന ഒരു രാജാവ്. അങ്ങനെ 3-4 കാര്യങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. അങ്ങനെ ഒരു 3-4-5 എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു മഷിയെ കുറിച്ച്. ഇവരെ രക്ഷിക്കാൻ വരുന്ന ഒരാളെ കുറിച്ച് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ വന്നതാര? ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു കാർപ്പന്ററിന്റെ പുത്രൻ. ഒരു കാർപ്പന്റർ എന്ന് പറയുന്ന കാർപ്പന്റർ എന്ന് ജോലി ചെയ്യുന്ന സമൂഹത്തിലെ വളരെ ആ സമയത്ത് യഹൂദന്മാരുടെ നടുവിൽ ഈ കാർപ്പന്റേഴ്സ് എന്ന് വെച്ചാൽ അവർ സമൂഹത്തിൽ ലോവർ മിഡിൽ ക്ലാസ് ആയിരുന്നു. ലോവർ മിഡിൽ ക്ലാസ്. അവർ ഒരു മിഡിൽ ക്ലാസ്സും അല്ല, ഹയർ ലെവലിൽ ഉള്ള ആൾക്കാരില്ല. അതായത് മിഡിൽ ക്ലാസ് തന്നെ ഏറ്റവും ലോവർ ആയിട്ടുള്ള ഒരു ലോവർ മിഡിൽ ക്ലാസ് കാറ്റഗറിയാണ് ഈ കാർപ്പന്റേഴ്സ് എന്ന് വെച്ചാൽ. അവർ സമൂഹത്തിൽ അത്ര ഇൻഫ്ലുവൻസ് ഉള്ളവരൊന്നുമല്ല. സാമ്പത്തികമായിട്ട് വളരെ താഴെ നിൽക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു കാർപ്പന്റേഴ്സ് എന്ന് വെച്ചാൽ. കേശു കർത്താവിനെ കുറിച്ച് നമ്മൾ ബൈബിൾ തന്നെ പഠനം കാണുമ്പോൾ അങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് പറയാൻ മഷിക എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു. പക്ഷെ അവസാനം കഴിയുമ്പോൾ ഈ മനുഷ്യനെ കൊന്നുകളയുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ യഹൂദന്മാർക്ക് അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ട് ചിലത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. ആളുകൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഇവർ മഷിക എന്ന് പറഞ്ഞ് ഇവിടെ വരച്ച് കാണിക്കപ്പെടുന്നത്. യഹൂദന്മാരുടെ പ്രതീക്ഷകൾ ഘടകവിരുദ്ധമാണ്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യത ഉറക്കെ വിശ്വസിച്ച ഒരു വിഭാഗമായിരുന്നു യഹൂദന്മാർ. അപ്പൊ ഈ യഹൂദന്മാര് ഈ പത്രോസും യോഹന്നാനും ഈ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിനെ എതിർക്കുന്ന ഒരു പശ്ചാത്തലം നമ്മൾ ഈ 3-4-5 അധ്യായം കാണുന്നത്. ഇവിടെയാണ് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറയാനുള്ളത് ഇവിടെയാണ്. ഈ യഹൂദന്മാർ ചെയ്ത കാര്യത്തിൽ ഒരു തെറ്റും ശരിക്കും പറയാൻ കഴിയുകയില്ല. അവർ ശരിക്കും ഇത് ദൈവികമല്ല എന്ന് തന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവർ യേശുവിനെ ക്രൂശിച്ചു. യേശുവിനെ കുറിച്ച് ഇനി പറയരുതെന്ന് ശക്തമായി ഈ ശിഷ്യന്മാരോട് വാൺ ചെയ്തിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാർ ശക്തമായി വിശ്വസിച്ച് ദൈവികമല്ല എന്ന് വിശ്വസിച്ചിരുന്നു. എന്നിട്ട് അവർ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയരുതെന്ന് ശക്തമായി അവരെ വിലക്കിയിരുന്നു. എന്നിട്ടും ശിഷ്യന്മാർ യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ വായിച്ചു കേട്ട ഈ വാചകം ഗമാലിയേലിന് പറയേണ്ടി വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. യഹൂദന്മാർ പറയാനുള്ള കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. ഹല്ലേലൂയ.
യഹൂദന്മാർക്ക് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുവരെ. സ്തോത്രം, ഹാലലൂയ. യഹൂദന്മാർ അവരുടേതായ വിശ്വാസങ്ങൾ ഉറച്ചു നിന്നു, അവർ ശരിയെന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു, തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ ദൈവം അവരെ, ഈ ദൈവത്തിന്റെ പദ്ധതികളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അവിടെ പറയുന്നത്, നിങ്ങൾ ദൈവികമാണ്, ഇത് ദൈവികമാണെങ്കിൽ നിങ്ങൾക്ക് നശിപ്പാൻ കഴിയുകയില്ല, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു വരരുതല്ലോ എന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്. ഹാലലൂയ. നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് മനസ്സിലാവുകയില്ല. നമുക്ക് ചില ചിന്തകളുണ്ട്, നമ്മുടെ ചില ബോധ്യങ്ങളുണ്ട്. യഹൂദന്മാർക്കുണ്ടായിരുന്നത് പോലെ യേശു കർത്താവ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ, ഇതാണ് പ്രവചനം, ഇങ്ങനെ കിടക്കുന്നത്. ദാവീദിനെ പോലെ ഒരു എംബർ, മോശയെ പോലെ പ്രവാചകൻ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു സൂപ്പർ ഹീറോ പവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ഒരു ചിന്താഗതിയാണ് യഹൂദന്മാർക്ക് യേശുവിനെ കുറിച്ച് ഉണ്ടായിരുന്നു, മഷിയെ കുറിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഘടകവിരുദ്ധമായി സംഭവിച്ചപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ ശിഷ്യന്മാരെ അവർ അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി, അവരെ എതിർക്കാൻ തുടങ്ങി. സെയിം വേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, ദൈവം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾക്ക് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയും വിശ്വാസത്താൽ ചിലത് സംഭവിക്കുന്നു, വിശ്വാസത്താൽ ചിലത് നമ്മുടെ വിശ്വാസമുണ്ട്. പക്ഷെ തുറന്നു പറയാം, നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും പറയുന്നെങ്കിലും നമ്മുടെ വിശ്വാസമല്ല പലപ്പോഴും പലതും സംഭവിപ്പിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതല്ല, ദൈവത്തിന്റെ പ്രവൃത്തികളുടെ കൂടെ നമ്മളെ മൂവിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസം എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ പ്രവൃത്തികളുടെ കൂടെ, ദൈവം ചെയ്യുന്ന പ്രവൃത്തികളുടെ കൂടെ നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, മനസ്സിലായോ പറയുന്നത്? നമ്മൾ വിശ്വാസത്താൽ അവർ ഇന്നത് പ്രാപിച്ചു, വിശ്വാസത്താൽ അത് ചെയ്തു ചെന്ന് വചനം പറയുന്നെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തികളുടെ കൂടെ, ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളുടെ കൂടെ നമ്മുടെ വിശ്വാസം നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അതാണ് വാസ്തവം. ഒരിക്കലും നമ്മുടെ വിശ്വാസമല്ല ദൈവത്തെ പ്രവർത്തിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച വിഷയങ്ങൾ അതൊക്കെ. നമ്മുടെ വിശ്വാസമല്ല ദൈവത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അത് വിശ്വസിക്കുമ്പോൾ നമ്മളെ ആ ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ മൂവ് ചെയ്യിപ്പിക്കും. അതാണ് വാസ്തവം എന്ന് വെച്ചാൽ. ഹല്ലേലൂയ. നമുക്ക് യെരിഹോവിൽ സംഭവിച്ചു നോക്കാം, മതിൽ താഴെ നോക്കാം. ദൈവം ഓൾറെഡി അസൈൻ വെച്ചിരിക്കുക അത് ചെയ്യുന്ന കാര്യം, ദൈവത്തിന്റെ പ്രവൃത്തിയാണത്. അവർ അതിനോടൊപ്പം ചുവട് വെച്ചപ്പോൾ അവരുടെ വിശ്വാസം അതിനോടൊപ്പം ചുവട് വെച്ചപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കൂടെ അവർ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസം ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നില്ല. ദൈവം ഓൾറെഡി അസൈൻ ചെയ്ത് വെച്ച കാര്യം അവരുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തി മൂലം അതോടൊപ്പം മൂവ് ചെയ്തപ്പോൾ അത് സംഭവിക്കുക ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ എന്റെ വിശ്വാസത്താൽ സംഭവിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ വിശ്വാസത്താൽ ദൈവത്തിന്റെ പ്രവൃത്തിയിലൂടെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കൊരിക്കലും ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാം. നമ്മുടെ ഇമോഷൻസ് ഒന്നും ദൈവത്തെ പ്രവർത്തിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ഈ നമ്മൾ വാക്യം വായിക്കുന്നുണ്ടല്ലോ, അവര് വാക്യം മറന്നുപോയി. നമ്മുടെ വികാരങ്ങളല്ല പലപ്പോഴും ദൈവത്തെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തികൾ സ്ഥിരമാണ്, നമ്മൾ ദൈവത്തിലുള്ള ആശ്രയമാണ്. ഹാലലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ വിശ്വാസം, നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തികളുടെ മുമ്പ് നമ്മൾ മൂവ് ചെയ്യുന്നത്, നമ്മൾ അതോട് ചലിക്കുന്നതാണ്. ഞാൻ വീണ്ടും എന്റെ പോയിന്റിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കരുവെക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് കരുതുന്ന പല കാര്യങ്ങളുമുണ്ട്, അത്ര ഉറച്ച വിശ്വാസമുണ്ട്, നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവെ പറയുക, നമ്മൾ പലപ്പോഴും നമ്മൾ കരുതുന്ന കാര്യങ്ങളുണ്ട്. ഇത് ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവികമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും. പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇത് ദൈവത്തിന്റെ ഹിതമാണോ എന്നൊരു ഒരു രണ്ടാമതൊരു ചിന്ത നമ്മൾ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ യഹൂദന്മാർ വിശ്വസിച്ച കാര്യം ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. സെയിം വേ നമുക്ക് നമ്മുടേതായ പല കാരണങ്ങളുണ്ടാകും. നമ്മൾ പല പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും, നമ്മൾ പറയുന്നു, നമ്മൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും, നമ്മൾ പറയുന്നു. നമ്മൾ നമ്മുടെ പ്രാർത്ഥന വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ജനറലി പറയുക, പലപ്പോഴും ഞാൻ ഇങ്ങനെ അനുഭവിച്ച ഒരാളാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവമാണെന്ന് കരുതി പ്രാർത്ഥിച്ചു, അതിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നിട്ട് അത് ഒടുവിൽ അതല്ല എന്ന് മനസ്സിലാക്കി ഒരു ട്രാജഡി സംഭവിച്ച ഒരാളാണ്. അനുഭവത്തിൽ എന്താ പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതമാണെന്ന് കരുതി നമ്മുടേതായ റീസൺസും കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പല വിഷയങ്ങളിലും ദൈവത്തിന്റെ ഹിതമുണ്ടോ എന്ന് ഒന്നുകൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കാരണം യഹൂദന്മാർക്ക് സംഭവിച്ചതുപോലെ അവിടെ ഗമാലിയലിന്റെ പ്രസക്തി, അവിടെ ഗമാലിയൽ പറയും, നിങ്ങൾ ദൈവത്തിന് എതിരെ, നിങ്ങൾ ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പാൻ കഴിയുകയില്ല, നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു. നമ്മൾ ദൈവികമല്ലാത്തൊരു കാര്യത്തെ നമ്മൾ അത് വെച്ച് പ്രാർത്ഥിച്ച് ദൈവമേ എനിക്കത് വേണം, അല്ലെങ്കിൽ അതിലേക്ക് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ദൈവത്തിന്റെ പദ്ധതികളോട് പോരാടുന്ന അനുഭവത്തിലേക്ക് ആയിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചിലപ്പോൾ ആയിരിക്കാം, അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ ഞാനിത് ചെയ്യുന്നത് എന്റെ ദൃഷ്ടിയിൽ പലപ്പോഴും ഇത് ശരിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിൽ ഇത് ശരിയാണോ? ദൈവത്തിന്റെ പൂർണ്ണമായ ഹിതത്തിലാണോ ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ചിന്ത പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ആശ്രയിക്കാൻ ഒറ്റ മാർഗം ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്. ദൈവത്തോട് പോയിരുന്നു ചോദിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവെ ഞാനിത് ചെയ്യുന്നത് ഇത് അവിടുത്തെ ഹിതമാണോ എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഹാലലൂയ. ഗമാലിയേൽ എന്ന് പറയുന്ന ആ വ്യക്തി, ആ ഗമാലിയേലിന്റെ സ്പിരിറ്റ്, ആ ഗമാലിയേൽ വ്യാപരിച്ച ഒരു സ്പിരിറ്റ്, ഹാലലൂയ, വിസ്ഡത്തിന്റെ ഒരു ആത്മാവ് നമ്മളിൽ ദിവസങ്ങളിൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്നത്, ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നത്, ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ യഹൂദന്മാർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഒരു കാര്യം, അവർ ഉറച്ചു നിന്നുകൊണ്ട് അവർ അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഗമാലിയേൽ അവരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മനുഷ്യൻ എന്നവർക്ക് നശിച്ചു പോകും. ദൈവം എന്ന് വരികിലോ നിങ്ങൾക്ക് അത് നശിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തോട് പോരാടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും എന്ത് തീരുമാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ആലോചനകളിൽ നമ്മൾ ദൈവത്തിന്റെ ഹിതമല്ല എന്നൊരു, നമ്മൾ ദൈവത്തോട് പോരാടുന്നവരെ മാറരുത് എന്നൊരു ആഗ്രഹമാണ് എനിക്ക് ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇവരോട് മനസ്സിലാക്കിയത്. സ്തോത്രം. നമുക്ക് പലപ്പോഴും നമുക്ക് നമ്മുടേതായ ന്യായങ്ങൾ ഉണ്ടാകാം, യഹൂദന്മാർക്കുണ്ടായിരുന്ന ന്യായങ്ങൾ ഉണ്ടാകാം. ഇത് പൂർണ്ണമായിട്ടും അവർക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന ന്യായങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ ന്യായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഒടുവിൽ നമ്മൾ അതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി, ദൈവമേ ഇത് ദൈവത്തിന്റെ ഹിതമല്ലെങ്കിൽ ദൈവത്തോട് പോരാടുന്ന അവസ്ഥയാകുമല്ലോ എന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 പ്രാർത്ഥന നമ്മൾ ദിവസങ്ങളിൽ ഉണ്ടാകണം. ദൈവം എനിക്കിത് വെളിപ്പെടുത്തി തരണമേ. ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും കാര്യത്തിൽ അവിടുത്തെ ഹിതമല്ലെങ്കിൽ, അവിടുത്തെ ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്നൊരു പ്രാർത്ഥന നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം വെളിപ്പെടുത്തരും. ദൈവത്തോട് പോരാടുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇവിടെ സംഭവിച്ചതുപോലെ ദൈവം അവർ ആ മനുഷ്യന്റെ വാക്കനുസരിച്ചു. പിന്നീട് ഹല്ലേലൂയ അവരെ ആ ഒരു സമയത്തനുസരിച്ചെങ്കിലും പിന്നീട് വീണ്ടും കാര്യങ്ങൾ വീണ്ടും പഴയ പോലെ മാറി പറഞ്ഞു. പക്ഷെ അതവർക്ക് നാശത്തിനായി മാറി. നമുക്കറിയാം യഹൂദന്മാരുടെ അവസ്ഥ നമുക്കറിയാം. അവിടെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. പിന്നീട് എന്തുമാത്രം അനുഭവങ്ങളുടെ കടന്നുപോയി നമുക്കതെല്ലാം അറിയാം. അതുകൊണ്ട് ദിവസങ്ങളിൽ അങ്ങനെയല്ല, മറിച്ച് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്തോട് പോരാടാതെ നമ്മുടെ ഏത് വിഷയമായി പോകട്ടെ, നമ്മുടെ എന്ത് കാര്യമായി പോകട്ടെ, നമ്മളെല്ലാം ദൈവപ്രകാരം ചെയ്യുന്നവരാണ്. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് ചിന്തിക്കുവാൻ, എവിടെയെങ്കിലും ദൈവം ഞാൻ അവിടുത്തെ ഹിതത്തിലല്ലാതെ അവിടുന്ന് ആഗ്രഹിക്കാത്ത പോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്റെ ചില പ്രാർത്ഥനകൾ അങ്ങനെയാണോ, എന്റെ ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണോ എന്നൊരു ചോദ്യ ദിവസങ്ങൾ നമ്മൾ ഉണ്ടാകണം. ഉണ്ടായ ദിവസം നമുക്ക് ഒന്നുകൂടി തലകളെ വണക്കി ഒന്നുകൂടെ ചോദിച്ചുകൊണ്ട് ആവശ്യത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ഒരു നിമിഷം ഞങ്ങളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു പിതാവേ. അപ്പൊ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം കർത്താവ് ഹിതമാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും കർത്താവ്, ഞങ്ങളുടെ ചില പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ചില ആഗ്രഹങ്ങൾ അവിടുത്തെ ഹിതമല്ല, അവിടുത്തെ പ്രകാരമല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കണം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ഏതെങ്കിലും കാര്യത്തിൽ അവിടുത്തെ ഹിതമല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് പോരാടുന്നവരെ മാറാതെ അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവരെ മാറുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ്. എല്ലാവരുടെ കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്നേഹത്തിനായി, കരുണയ്ക്കായി നന്ദി പറയുന്നു പിതാവ്. മഹത്വമെല്ലാം തമ്പുരാൻ തരുന്നു, യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ